ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. കുറേ നാളായെന്നറിയാം, ഞാനും കുറച്ച് നാളിങ്ങനെ സ്റ്റക്കായിരുന്നു ഗൈസ്. ഈ ഇൻട്രോവേർട്സ് വ്ളോഗ് ചെയ്യുന്നത് കുറച്ച് പാടാണ് ഗൈസ്. നമുക്കത് കംപ്ലീറ്റ്ലി ഇത് ചെയ്യണമെന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് വളരെ കുറവാണ് വ്ളോഗിങ്. അപ്പം ഞാനിങ്ങനെ ഒരു പുഷ് കിട്ടുന്നില്ല, ഡ്രൈവ് വരുന്നില്ല. ലൈക്ക് എങ്ങനെ എന്ത് ചെയ്യണം ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ട്രാവൽ ചെയ്യാന്നിങ്ങനെ വിചാരിച്ചിരുന്ന അതും നടന്നില്ല ഗൈസ്. കുറച്ച് പ്രശ്നങ്ങൾ എൻ്റെ ഇടയിൽ വന്നു. ഇപ്പം അതൊക്കെ അടുത്ത മാസത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ട്രാവൽ. എന്തായാലും നമ്മൾ ചെയ്യും ഗൈസ്. അത് ചെറിയൊരു സ്റ്റോപ്പിംഗ് മൈൻഡിങ്ങിന് ഒരു സ്റ്റോപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു 6 ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെയായിട്ടും വ്ളോഗ് തൊട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അങ്ങനെ ഇറങ്ങി എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും ഗൈസ്. അപ്പോൾ എന്തെങ്കിലും കറക്റ്റായിട്ട് എല്ലാം പെർഫെക്റ്റായിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നടക്കില്ല. സോ ഐ തോട്ട് പുറത്തിറങ്ങി എന്തെങ്കിലും എടുക്കാം, ഇറങ്ങുന്ന സാധനമെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ ഭയങ്കര വലിയൊരു കോണ്ടന്റ് ആണോ ഇതൊന്നും അറിയത്തില്ല. ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. അപ്പം പുള്ളിക്കാരി മോഡലാണ്. അപ്പം എൻ്റെ തന്നെ മോഡലാണ്. ഞാൻ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ചായ കുടിക്കാനോ എന്തെങ്കിലും പോവാം. അപ്പം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ജെൻസി മോഡലാണ്. അപ്പം ജെൻസികളുടെ എങ്ങനെയാണ് അവരുടെ സംസാരവും സംഭവങ്ങളും ഒക്കെ വ്ളോഗിൽ കൂടെ കാണിക്കാം എന്നുള്ളൊരു ഇതിലാണ് ഇന്നത്തെ പ്ലാൻ. നോക്കാം എന്തായാലും എങ്ങനെ വരുമെന്ന് നോക്കട്ടെ. സോ ആദ്യം പോയി പിക്ക് ചെയ്തിട്ട് എവിടെ പോയി ഫുഡ് അടിക്കാനായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഡയറ്റ് തുടങ്ങണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഗൈസ്. ബിക്കോസ് തുടങ്ങാനായിട്ട് ഒന്നാമത്തെ പ്രശ്നം തന്നെ ഇപ്പം ട്രാവൽ ചെയ്യുന്നത് എല്ലാം കൂടെ കുറേ ഐഡിയാസ് എൻ്റെ തലയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ട്രാവൽ ചെയ്യണോ, ജിമ്മിൽ ചേരണോ, ഡയറ്റ് തുടങ്ങണോ, വ്ളോഗിൽ ഫുഡല്ലാതെ എന്തോ കാണിക്കുക, എവിടെ പോകും, ഈ കൊച്ചിയിൽ എന്ത് ആക്ടിവിറ്റി ഉണ്ട് വ്ളോഗിൽ കാണിക്കാന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് കുറച്ച് കൺഫ്യൂഷനാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഫോട്ടോഷൂട്ടിന്റെ സാധനങ്ങൾ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ക്യാമറ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ബിഹൈൻഡ് ദ സീൻ ആരെടുക്കുമെന്നും പിടിയില്ല. അപ്പോൾ മൊത്തത്തിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കിളി പോയിരിക്കുകയാണ്. ബട്ട് ലെറ്റ് സി ഗൈസ്, നമ്മൾ തിരിച്ചാ കിളിയെ കൊണ്ടുവരും. പിന്നെ ഗുരു ചെന്നൈയിലല്ല തമിഴ്നാട്ടിലായതുകൊണ്ട് സംശയങ്ങൾ ക്ലിയർ ആക്കാനായിട്ട് ആളെ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നോക്കട്ടെ, പുള്ളി വന്നിട്ട് വേണം കുറച്ചുകൂടെ ഒന്നൊരു മോട്ടിവേഷൻ കിട്ടാനായിട്ട്. എന്തായാലും ഇന്നത്തെ നോക്കാം ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് എവിടെയെങ്കിലും പോയി ചായയെങ്കിലും കുടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ, ഹെൽത്തി ആണല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്, നോക്കാം എന്തായാലും. അപ്പോൾ എന്തായാലും കാണാം, ബൈ. ഓക്കെ ഗൈസ്, നമ്മൾ കാണാൻ വന്ന ആളെ പിക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നൈന, ദ സൂപ്പർ മോഡൽ ഓഫ് കൊച്ചി. നമ്മള് ഫോട്ടോഷൂട്ട് ചെയ്ത് ഓർമ്മയില്ലേ? അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചു? After my shoot, imagine. Long story, we don't need to talk about it. So many shoots. അതിനുശേഷം പിന്നെ ആരായി? സൂപ്പർ മോഡലായി. നിഞ്ച മോഡൽ എടുത്ത് പിന്നെ അവരുമായിട്ട് അടിച്ചു പിരിഞ്ഞല്ലേ? അതിപ്പോഴും ഉണ്ടാ? ഇല്ല, അവരോട്ട് ഇറങ്ങിയില്ലേ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സംസാരിക്കാം. Oh my god, lots of പരിപാടികളുള്ള ഒരാളാണ്. അതുകൊണ്ട് പാർട്ടി അനിമൽ ആണ്. No, not a party animal. No, I am not. Okay. I am not. I've been actually busy with stuff lately. That's what he's talking about. He's exaggerating. ഒന്നുമില്ല ഗൈസ്, ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ആണെന്ന് നമുക്ക് ഇങ്ങനെ കൊതി വരും. ദിവസവും ഓരോ പാർട്ടി, മറ്റത് മറിച്ചത്. നമ്മളൊക്കെ മറ്റേ കഴിഞ്ഞ കാലം മറ്റേ എന്തോ പറയല്ലോ, അയവിറക്കുന്നത് അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോഴാണ് ഗൈസ്. അപ്പം അങ്ങനെയാണ്. അപ്പൊ ഇത് ഒരു വൺ ഓഫ് ദി വളർന്നു വരുന്ന മോഡലാണ്. വളർന്ന് ഓൾറെഡി, എന്നാലും ഭയങ്കര മോഡസ്റ്റ് ആയതുകൊണ്ട് ഞാനും സമ്മതിക്കുന്നു. ഓക്കെ, ശരി. അതെ, ഞാനും അങ്ങനെ തന്നെ ഗൈസ്, ഞാനും ഹമ്പിളാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഇവിടെ വ്ളോഗിൽ നിന്നാണ് ഐഡിയ. എന്റെയിലും ഒന്നും ഇല്ല. നീ വേണം ഇന്ന് തീരുമാനിക്കാൻ. നിന്റെ വ്ളോഗാണിത്. അയ്യോ, വൈൽഡ് ബോറോ? അത് ഞാൻ കണ്ടായിരുന്നു ഒരു ദിവസം. ഇറ്റ്സ് എ വെരി സ്മോൾ പബ് പോലത്തെ സ്ഥലമല്ലേ അത്? അവിടെ ഒന്നുമില്ല ഗൈസ്, ഞാൻ കണ്ടതാ, അവിടെ പോയായിരുന്നു. വൈൽഡ് ബോർ. ഫുഡ് കഴിച്ചു നോക്കിയില്ല, ഫുഡ് ഇനിയും ട്രൈ ചെയ്യാനുണ്ട്. അതെ, എന്റെ ഫേസ് അവര് കണ്ട് മടുത്ത് കാണുന്നത്, അതുകൊണ്ട് ഗസ്റ്റിന്റെ ഫേസ് കാണിക്കാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് പറയാം ഗൈസ്, എവിടെയാണ് തിന്നാൻ പോകുന്നതെന്നോ എന്താണെന്നുള്ളത് എനിക്കും അറിഞ്ഞൂടാ. അപ്പൊ എനിവേസ് കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ വീണ്ടും ജസ്ലോഫിൽ വന്നിരിക്കുകയാണ്. ഇഫ് യു റിമെമ്പർ ലാസ്റ്റ് ടൈം നൊമാഡിയനുമായിട്ട് പഴംപൊരി ബർഗർ കഴിക്കാൻ വന്നതാ. ഷീ വാണ്ടഡ് ടു ട്രൈ ബാർബക്യൂ വിങ്സ്. അപ്പം ബാർബക്യൂ വിങ്സ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ലെറ്റ്സ് സീ. Hi guys, so we are in the process of ordering food. തല പകുതി കട്ടായിട്ടാണ്. പെർഫെക്റ്റ്. വൈഡ് ആംഗിൾ, അൾട്രാ വൈഡ് ചിൽ. Sorry. Sure. ഞാൻ new to vlogging guys, so like sorry if there are any എന്താണ്
പറഞ്ഞു ഞാൻ കൊള്ള വാക്കുവാണ്. ഞാൻ ചോദിച്ചതിന് ആൻസർ പറയാമോ? വാട്ട് ആർ യു ഓർഡറിങ്? കഴിഞ്ഞോ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. പുള്ളിക്കാരി കുറച്ച് ടെൻഷനിലായി. നമ്മൾ കുറച്ച് ഓർഡർ നോക്കിയിട്ട് വരാം, അതായിരിക്കും ബെറ്റർ. I am getting almond. Wait, I am getting almond matcha latte. I want it hot, but he's saying I can't get it hot. But it's എന്റെ ഹോട്ടലല്ല, ചിൽഡ് ആൽമണ്ട് മിൽക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. ഹൗ ഡു വി ഗെറ്റ് തൊണ്ടവേദന, എനിക്ക് പനിയാണ്. ഞാൻ ചില്ല് കുടിച്ചതിന് എങ്ങനെയുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ട്രൈ കഫേ ലാറ്റെ. ഓക്കെ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ് ലാസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്തു. ഈ സാധനം സവർഡോ ഫ്രഞ്ച് ടോസ്റ്റ്. ഐ ട്രൈഡ് ലാസ്റ്റ് ടൈം സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പ്ലസ് ആദ്യമായിട്ടാണ് ഞാൻ സവർഡോ ബ്രെഡ് ഫ്രഞ്ച് ടോസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അതാണ് ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഓജി കഴിച്ചാലോ, അതായത് ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ബട്ടർ മേപ്പിൾ ബട്ടർ ആൻഡ് ഐസിങ് ഷുഗർ. അത് ട്രൈ ചെയ്ത് നോക്കാം കഴിച്ചു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ പുള്ളിക്കാരിയാണ് കഴിഞ്ഞ സ്ട്രോബെറി. ജസ്റ്റ് ബിക്കോസ് ഷീ വാണ്ടഡ് സ്ട്രോബെറി. കഴിഞ്ഞ തവണ എനിക്ക് ഓജി വേണമായിരുന്നു, പക്ഷെ ഞാൻ എന്നിട്ട് സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. സോ ഇന്നെന്താണ്, നിനക്കെന്താ വേണ്ട? വിങ്സ് ആണോ? വിച്ച് വിങ്സ്? ഓക്കെ ഗൈസ്, നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വരാം, സാധനം വരുമ്പോൾ വരാം. നമ്മളങ്ങനെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഐ തിങ്ക് നമ്മുടെ പഴംപൊരി ബർഗറിൻ്റെ സമയത്ത് നിങ്ങൾ കണ്ടു കാണും ഈ ഒരു ആംബിയൻസ്. എനിക്കിഷ്ടമാണ്, പക്ഷേ തിങ്ങിന് ഇത് കുറച്ചുകൂടെ ജെൻസി ക്രൗഡാണ് വരുന്നത് ഗൈസ്. അപ്പം ഫുൾ കോളേജ് സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഫേവറേറ്റ് ഹാങ് ഔട്ടാണ് ജസ്റ്റ് ലോ. ഇതാണ് കടയുടെ പേര്. ഇൻ കേസ് യു വോണ്ട് വിസിറ്റ്. നേനയുടെ ആൾക്കാരാണ് മൊത്തം. ഇവിടെ വന്നപ്പോൾ ഫുൾ കോളേജ് സ്റ്റുഡൻസ് പൊതിയുന്നു. ഫേമസ് പേഴ്സണാലിറ്റി വന്നതോടുകൂടി സോ രക്ഷയില്ല ഗൈസ്. ഞാനൊരു ഫ്രഞ്ച് ടോസ്റ്റ് ഓർഡർ ചെയ്തു ഗൈസ്. ഇവിടുത്തെ സവർഡോ ബ്രെഡിൽ ഉണ്ടാക്കുന്ന ഫ്രഞ്ച് ടോസ്റ്റ്. പിന്നെ നേനയ്ക്ക് എന്തോ ബഫലോ വിങ്സ്, ദെൻ കോഫി. തൽക്കാലം ഇത്രേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത് ഞങ്ങൾക്ക് ഫ്രഞ്ച് ടോസ്റ്റ് കാണിച്ചു തരാം. ദാറ്റ് ഈസ് ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് പരിപാടി. അത് വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. Egg is supposed to be undercooked, which I don't. Undercooked അല്ല റൈ. You said French omelette എന്ന് പറഞ്ഞാൽ undercooked അല്ല. You said it's a bit gooey. You said undercooked egg അല്ല. is supposed to be not overcooked guys. പുള്ളിക്കാരി എന്നെ ചോദിച്ചു ഓംലെറ്റും ഫ്രഞ്ച് ഓംലെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഞാൻ പറഞ്ഞ മേക്കിങ്ങിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇറ്റ്സ് എ ബിറ്റ് സോഫ്റ്റ്. ഈ ഫ്രഞ്ച് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി അവര് കുക്ക് ചെയ്യൂല, മറ്റേ അപ്പം പോലെ ഓംലെറ്റ് കുക്ക് ചെയ്യൂല. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് വെൽ കുക്ക്ഡ് അല്ല, കുറച്ച് ഇത്തിരി അണ്ടർ കുക്ക്ഡ് ആയിരിക്കും. അതായത് ഓംലെറ്റിന്റെ കൺസിസ്റ്റൻസി ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഒരാള് പറഞ്ഞെന്താ അണ്ടർ കുക്ക്ഡ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എനിക്ക് അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള എഗ്സ് ഇഷ്ടമല്ല. നോ, യു സീ ഫോറിൻ കുക്സ്, അവര് കുറച്ച് റണ്ണി ആയിട്ട്, യു നോ ദാറ്റ് എഗ്സ് റണ്ണി ആവുമ്പോ നല്ല ടേസ്റ്റ് ആണ്. ഇത് നമ്മുടെ നാട്ടില് മറ്റേ ചിക്കൻ ആയാലും എല്ലാം മറ്റേ ഓവറായിട്ട് വേവിച്ച് മറ്റേ ഇങ്ങനെ പാറ കഷ്ണം പോലെ ആക്കൂലേ, അതാണ് ഇവിടുത്തെ സെറ്റ്. മുട്ടയും അതുപോലെ തന്നെ കുക്ക് ചെയ്ത് മറ്റേ അപ്പം പോലെ ഇരിക്കും. മിക്കയിടത്തും ഓംലെറ്റ് എന്ന് പറയുമ്പം ഇറ്റ്സ് സോ കുക്ക്ഡ്. ആ മുട്ട കരിഞ്ഞ മുട്ടയൊന്നുമല്ല കേസ്, കുറച്ച് റണ്ണി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഗൂയി ആയിട്ടുള്ള ചീസൊക്കെ ആഡ് ചെയ്ത് അതാകുമ്പോ കുറച്ചുകൂടെ ഒരു എന്താ പറയുമല്ലോ ഫുൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പക്ഷെ കുറച്ച് ഇത്തിരി സോഫ്റ്റ് ആൻഡ് ഗൂയി ആയിട്ടുള്ള എഗ്ഗാണ് ഇഷ്ടം. അത് ഞാൻ വീട്ടിലായാലും ഒരു സൈഡ് കുക്ക് ചെയ്തിട്ട് മറിച്ചിടാതെ you just fold it so that you know it's a bit soft inside. I think that's how everybody likes their eggs. ചില ആൾക്കാർ ഇതുണ്ടാ ഫുള്ളി കുക്ക് ചെയ്ത് കോഴി മുട്ട കുക്ക് ചെയ്ത് കോഴി അതിൽ നിന്ന് വരും. ആ ലെവൽ ഓഫ് ഓവർ കുക്കിംഗ് ആണ് ഇവിടെ പറയുന്നത്. സോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ജെൻസിയുടെയൊക്കെ ഓവർ കുക്കിങ്ങിന്റെ ഒരു they just love overcooked things. ഫ്രഞ്ച് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, മറ്റേ ആ മേക്കിങ്ങിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കും. മറ്റേ അകത്ത് കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം. അതെനിക്കൊന്നും നീ ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. നീ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടും. ട്രൈ ഇറ്റ് വിത്ത് ചീസ് ടുഡേ. ഞാൻ എന്തായാലും ഓർഡർ ചെയ്യാതെ. ഗൈസ്, നമ്മുടെ കോഫി വന്നിരിക്കുകയാണ്. ഇതാണ് ചിൽഡ് ആൽമണ്ട് മാച്ച ലാറ്റെ. ജെൻസി കുടിക്കുന്ന സാധനങ്ങളാണ് ഗൈസ് ഇതൊക്കെ. അല്ല, ഞാൻ പറയുന്നത് ജനറലി ജെൻസി ലവ്സ് മാച്ച. ഒന്നുമില്ല ഗൈസ്, അതെ പച്ചക്കളറാണ്. Get a proper coffee like this and drink.
നോ മാച്ച നത്തിങ്. Last time I had this again. നല്ല അടിപൊളി Last ആർട്ട് time I വർക്ക് had കൊള്ളാം. this. ഈ മാച്ചൊക്കെ കുടിച്ച് ജാപ്പനീസുകാരെ പ്രൊമോട്ട് ചെയ്തോ. ഓക്കെ ഗൈസ്, നമ്മൾ കാപ്പി കുടിക്കട്ടെ. നമ്മുടെ സാധനങ്ങളൊക്കെ പോയാലും ആദ്യം നമ്മൾ അതായത് മാച്ച മിക്സ് ചെയ്യുന്ന പ്രോസസ്സ് What? ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടോളൂ. ഇങ്ങനെയാണ് മാച്ച മിക്സ് ചെയ്യുന്നത്. Okay, mix ആദ്യം സ്ട്രോ പൊക്കി വെക്കണം, മറ്റേ കമ്പി വെച്ച് കലക്കണം. ക്യാമറ മാച്ച് ഞാൻ ആ കലക്കുന്നതിനെ കാണിക്കുന്നത്. ഓക്കെ മതി. ഓക്കെ ഗൈസ്, കലക്കുന്ന എക്സ്പേർട്ട് മാച്ച കലക്കി കലക്കി അത് താണ്ട ഇങ്ങനെ പച്ച കളറിലാവും. ഇത് മടമടാ കുടിക്കണം ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എന്റെ കോഫി കലക്കിട്ടാണ് ഗൈസ്. ഗൈസ്, എന്റെ സ്പാനിഷ് ലാറ്റെ തറയെ വീഴാതെ കുടിക്കുന്നതിലാണ് എന്റെ കഴിവ്. കൊള്ളാം ഗൈസ്. ആക്ച്വലി ഇത് കറക്റ്റ് കോഫിയായി. ഇപ്പം ഞാൻ കണ്ടൻസ് മിൽക്ക് കുറയ്ക്കാൻ പറഞ്ഞായിരുന്നു, സ്വീറ്റ്നെസ് കുറയ്ക്കാനായിട്ട്. സോ ടേസ്റ്റ് മോർ ലൈക്ക് എ കാപ്പിച്ചീനോ. കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റും ഇല്ല. അത് സ്പാനിഷിലായിട്ട് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം കഫിക്കാനല്ലാണ്. നല്ലതാണ്, കുഴപ്പമില്ല ഗൈസ്, നോട്ട് ബാഡ്. ഞങ്ങൾ ഷുഗർ സിറപ്പ് ഇട്ട മാച്ചാനായിട്ട് കുടിക്കണോ വേണ്ട ഞാൻ ആലോചിക്കണം. ഷുഗർ സിറപ്പ് ഇട്ടിട്ട് കുടിച്ചാൽ മതിയാ? ഈ ട്രൈ ചെയ്ത് നോക്കിയാ? കൊളാവോ? ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്ത് മാച്ചയെ കൊളാക്കുമെന്ന് നോക്കാം ഗൈസ്. I can't have my drinks unsweetened. ഓക്കെ, പുള്ളിക്കാരി തന്നെ കുടിക്കട്ടെ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 17 Pro Max വീഡിയോ ഇസ് റിയലി നൈസ്. എങ്ങനെയുണ്ട്? കൊളാവോ? ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? മാച്ചയെ കൊളമാക്കിയ നല്ല ഫേസ് നോക്കിയേ. നല്ല അത് വെറുതെ അങ്ങ് കുടിച്ചാൽ മതി. I'm very used to having hot matcha. I do not like my drinks cold. ചില്ലിന്റെ മാച്ച ഓർഡർ ചെയ്തിട്ട് ഐ ഡോണ്ട് ലൈക്ക് മൈ. ഞാൻ ഹോട്ട് ചോദിച്ചു, എനിക്ക് അവർ തന്നില്ല. ഹോട്ട് വെച്ചില്ലാത്ത ഹോട്ടിന് വേണമെന്ന് പറഞ്ഞ് അവസാനം ചില്ലിന്റെ മാച്ച കുടിച്ചിട്ട് കംപ്ലൈന്റ് പറയുന്നു. കുടിച്ചു നോക്കൂ. You should try. Take a sip. ഓക്കെ ഗൈസ്, മാച്ച കൊള്ളാം ഗൈസ്. ജെൻസിക്ക് പറ്റിയ ഡ്രിങ്ക്. നമ്മളെ വിങ്സ് എത്തിയിരിക്കുകയാണ്. വിങ്സ് ട്രൈ ചെയ്ത് നോക്കിയോ? Okay. Can I eat with my hands? Okay. Cheers. Are you not eating? യു ട്രൈ. ഞാൻ ഡയറ്റില്ല. ഡയറ്റില്ല. എൻ്റെ ഫ്രഞ്ച് ടോസ്റ്റ് വരും. Okay, cheers guys. അങ്ങനെയുണ്ട് വിങ്സ് ഒന്നും. ഇപ്പോൾ പുക വരും നോക്കിയ വിങ്സ് ഇല്ലാതെ. പക്ഷെ എൻ്റെ അമ്മോ, അടുത്ത് നല്ല ചൂടായിരുന്നു എന്ന് തോന്നുന്നു. How is it? It's good. Sauce is good. ഒരെണ്ണം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. It's so good. എങ്ങനെയുണ്ട്? It's actually really good. ഇതതിൻ്റെ ഡിപ്പ്. അമ്മോ, You don't like? ചെറിയൊരു കിക്കുണ്ട് ഗൈസ്. That's nice, no? There's that sweet and spicy kick to it. It's actually നല്ല സ്പൈസ് ഉണ്ടല്ലോ. I love it. ഞാൻ ബഫല്ലോ വിങ്സ് സാധാരണ അത്രയും സ്പൈസി കഴിച്ചിട്ടില്ല. ഓ, ഇറ്റ് സ്ലോലി ബേണിങ്. സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്തോ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അത്. ആണ്ട് ഒരാൾ മടാന്ന് കഴിക്കുന്നതൊക്കെ എരിയൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കാറ്റിൽ പറത്തിക്കൊണ്ട് തിന്നെയാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടാ? കഴിച്ചിട്ട് വരാം. സ്റ്റാർ ഓഫ് ദ ഷോ. ഈ സാധനം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നതാണ്. സവർഡോ ഫ്രഞ്ച് ടോസ്റ്റ്. ഐ ആം എ ഫ്രഞ്ച് ടോസ്റ്റ് ഫാൻ. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഫ്രഞ്ച് ടോസ്റ്റിൽ ഞാൻ എപ്പോഴും പോകുന്നതാണ് പ്ലെയിൻ ക്ലാസിക് ഫ്രഞ്ച് ടോസ്റ്റ് കഴിക്കാൻ. ബട്ട് ദിസ് തിങ് വാസ് എ റെവലേഷൻ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇതിൻ്റെ സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചത് നൈസായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ദ ടാങ്കി സ്ട്രോബെറി കോമ്പോട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് OG ആണ്. ഇത് ബട്ടറും മേപ്പിൾ സിറപ്പും മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഗുഡ് വൺ. ബിക്കോസ് ലാസ്റ്റ് ടൈം സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ മേപ്പിൾ സിറപ്പ് ഒഴിക്കുന്നു. ആദ്യം ഒരു സൈഡിൽ വെച്ചിട്ട് കഴിച്ചു നോക്കാം. കൊള്ളത്തില്ലെങ്കിൽ ബാക്കി സൈഡായി. ഓക്കെ ഗൈസ്, അല്ല ഓ നീ അടുത്തുണ്ടോ? ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നോക്കിയോ എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കൂ ഗൈസ്. ഇറ്റ്സ് സോ സോഫ്റ്റ്. അല്ല സോഫ്റ്റ് അല്ല, എൻ്റെ അറ്റമൊക്കെ കുറച്ച് ഹാർഡായിരിക്കും. പക്ഷേ എടുത്തിട്ട് ഇത് ആഡ് എക്സ്ട്രാ ബട്ടർ. ഓ മൈ ഗാഡ് മാൻ, ദിസ് ഈസ് ഗോയിങ് ടു ബി കിടിലം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു.
nice. Oh, it has that ചെറിയൊരു because the bread is not sweet because it's sourdough. അപ്പോൾ മേപ്പിൾ സിറപ്പിൻ്റെ സ്വീറ്റ്നെസ് മാത്രമേ ഉള്ളൂ ആൻഡ് ഇറ്റ്സ് വെരി സോഫ്റ്റ് ഇൻസൈഡ്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കണ്ടോ ഫുൾ ബ്രെഡ് ഇങ്ങനെ നമുക്കിതിങ്ങനെ ഫോർക്ക് വെച്ച് തോണ്ടിയെടുക്കാം. അത്രയും സോഫ്റ്റാണ്. സീ സോ സോഫ്റ്റ്. അവരുടെ ഈ പ്രോസസ്സ് കൊള്ളാം. നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സോർട്ട് ഓഫ് നോർമലി ഇറ്റ്സ് ഹാർഡ്. ഐ മേഡ് ദ ഇൻസൈഡ് വെരി സോഫ്റ്റ്. അടിപൊളി ടേസ്റ്റ്. അത് ഒത്തിരി സ്വീറ്റ് അല്ലാത്ത ഫ്രഞ്ച് ടോസ്റ്റ് വേണമെന്നുള്ളവർക്ക് ക്യാൻ ഓപ്റ്റ് ദിസ്. ദിസ് ഇസ് ഗുഡ്. ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. ഐ ലൈക്ക് ദിസ് റിയലി ഗുഡ്. എൻ്റെ ഒരു ടേസ്റ്റ് ബഡ്സിന് പറ്റുന്ന സാധനമാണ്. എനിക്ക് സ്ട്രോബെറിയും അതൊക്കെ മറ്റേ ചിലർക്ക് ഇത് സ്ട്രോബെറി കോമ്പോട്ടൊക്കെ വെച്ച് കഴിച്ചാലേ ഇഷ്ടപ്പെടുന്നത്. ബട്ട് ഇറ്റ് വാസ് നൈസ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ട്രോബെറി ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ഗുഡ്. ബട്ട് ഐ ലൈക്ക് ദിസ് വൺ മോർ. സ്ട്രിപ്ഡ് ഓഫ് ഓൾ ദി എക്സ്ട്രാ ഫിറ്റിംഗ്സ്. ദിസ് ഇസ് ദ OG one guys. നൈസ്. ഇത് കഴിച്ചു നോക്കണം ഗൈസ്. എനിക്ക് അതാ ഇഷ്ടം. സിമ്പിൾ തിങ്സ് ബീറ്റ് എനിത്തിങ്. ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ടേസ്റ്റ് പോകും. ഇതാകുമ്പോൾ നമുക്ക് ആ ബ്രെഡിൻ്റെ ടേസ്റ്റും കിട്ടും. മേപ്പിൾ സിറപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ബട്ടർ ആൻഡ് ഫ്രഞ്ച് ടോസ്റ്റ്. ബെസ്റ്റ് കോമ്പിനേഷൻ എവർ. ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. ഇവിടെ വന്നത് വെറുതെ അല്ല. നമ്മുടെ ജെൻസി അവിടെ ഇരുന്നത് കടിച്ചു പറിക്കുന്നു. സ്റ്റക്കായി അവിടെ വായിൽ. പാവം കേട്ടോ. വിങ്സ് അടിച്ച് കടിച്ച് പറിക്കുക. അതിൻ്റെ വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്തോ. ഇത് ട്രൈ ചെയ്ത് നോക്കുന്നോ? വേണ്ടേ? ഓ അങ്ങനെ ഞാനിപ്പോൾ തിന്നിറങ്ങി കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ ഇത് കഴിച്ചിട്ട് വരാം. ഇതെന്തോ ഫ്രഞ്ച് ടോസ്റ്റ് എടുത്ത് വിഴുങ്ങിയിട്ട് എന്ത് പറ്റി? ചൂടാണോ? ഇറ്റ്സ് നോട്ട് വെരി ഹോട്ട്. അത്ര ചൂടൊന്നുമില്ല. I was eating this spicy chicken. It's gonna be hot. ഓ അങ്ങനെ. It's actually good. നൈസ് അല്ലേ? Better than last time. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു ഓജി കഴിക്കാം. അപ്പൊ സ്ട്രോബെറി കഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ക്രേവിംഗ് വേണം അത് അപ്പൊ കഴിക്കണം. അത് കഴിഞ്ഞ തവണ സ്ട്രോബെറി ആയിരുന്നു. സ്ട്രോബെറി കഴിച്ചു. But still, because of that, ഇതിനെ പറ്റി അറിഞ്ഞില്ലേ? അന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ഇവിടെ ഈ സവർഡോ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടെന്നുള്ളത്. എന്തോ റീടേക്ക് വേണമെന്ന് എന്താ പറഞ്ഞു? No, you are supposed to say. എന്ത്? Last time വന്നപ്പോ. ഓ ലാസ്റ്റ് ടൈം വന്നപ്പോ. Yeah. Can I have another bite please? Wait. ഓ ഗൈസ് ഫാനായി കേട്ടാ. ചിലരൊക്കെ സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ് OG ഫ്രഞ്ച് ടോസ്റ്റിലോട്ട് മാറി. ഇറ്റ്സ് ആക്ച്വലി നൈസ്. വെരി ഡിഫറെൻറ്റ് ടേസ്റ്റ്. ആ ബ്രെഡിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ. പിന്നെ നമുക്ക് കുറച്ച് ടേസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ആ മേപ്പിൾ സിറപ്പ് ആഡ് ചെയ്യണം. അത് സൂപ്പർ സോഫ്റ്റ് ഇൻസൈഡ്. ഭയങ്കര സോഫ്റ്റാണ്. നല്ല ബട്ടറി ആൻഡ് യമ്മി. സോ മേപ്പിൾ സിറപ്പ് ഒഴിച്ച് കഴിക്കുന്നതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ആ ഒരു ചെറിയ സ്വീറ്റ്നെസ് വേണം. സോ ദാറ്റ് ഇറ്റ് ബാലൻസസ് ഔട്ട്. ആ ബ്രെഡിൻ്റെ ടേസ്റ്റും ഇതുമായിട്ടൊന്ന് ബാലൻസ് ആവും. സോ ഇറ്റ്സ് നൈസ്. ഇത് നല്ല ഏരിയ ഉണ്ട് ഗൈസ്. വിങ്സ് എൻ്റെ പൊന്നോ, എൻ്റെ ചുണ്ടൊക്കെ നീറുന്നു. ഇവിടെ ഒരാൾ മടാന്ന് എത്ര എണ്ണം നിന്നത്? നീ 4-5 കഴിച്ചു. Okay guys, Gen Z people are like full spicy things മാത്രം. ഓ ശരി. ഇത് Gen Z vlog-ആണ്. നീയാണ് ambassador of all Gen Zs. Bro, I can't be the representation of the entire Gen Z. അവരൊന്നും എന്നതല്ലൂട്ടാ. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് കിട്ടണവരെ വെച്ച് മാത്രം നമുക്ക് Gen Zയുടെ ബ്രാൻഡ് അംബാസഡർ ഓഫ് കേരള കൊച്ചി എഡിഷൻ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് Gen Zകളുടെ ഫേവറേറ്റ് ഫുഡ്. വിങ്സ്. വേറെന്തൊക്കെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്? What do you guys have? കോളേജിൽ നിന്ന്. അല്ല കോളേജിൽ നിന്ന്. അത് Gen Z അല്ലേ ഗൈസ്? അത് നമ്മുടെ സ്റ്റൈലാണ്. അത് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ ആഗ്രഹം? പേഴ്സണോ? അല്ല നിനക്ക് എന്താണ് കഴിക്കാൻ ആഗ്രഹം? Pasta. What is your fancy go-to fancy stuff? Fancy? There's nothing fancy. But I'd say like pasta. I'm a big pasta. Yeah. Pasta ആണോ ജെൻസിയുടെ ഫേവറേറ്റ് ഫുഡ്? ജെൻസി അല്ല, എന്റെ ചോദിച്ചിട്ട് അത് ജെൻസി. ഞാൻ പറയുന്നത് you have lot of Gen Z people around you. Tell me stuff about Gen Z life. This is like a Gen Z interview. Nana is the best person to answer all this. Let's make a controversy. Gen Z like varate YouTube-il. I will have comments under my post saying. ഇല്ല YouTube-ല്ലേ വരുള്ളൂ, എന്റെയല്ലേ വരത്തുള്ളൂ, പേടിക്കണ്ട. People will find my Instagram easily. Something like that, guys. ഇതിപ്പോ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. How are you guys different from millennials? We are. What is your X factor? കേക്കട്ടെ.
മില്ലേനിയൽസിന് ഇല്ലാത്തത് എന്തുണ്ട് ജെൻസി? എന്നോട് ചോദിക്കരുത്. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. കോംപ്ലിക്കേറ്റഡ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. This is a very complicated question. Somebody asked me ഇന്ന് രാവിലെ എന്താ കഴിക്കാനെന്ന്. ഞാൻ അതിന് എന്താ പറയണ്ടേ? മറന്നുപോയി തിന്നാനായിട്ട്. That's why I didn't eat. അപ്പൊ ജെൻസി ഫുഡ് കഴിക്കുന്നില്ല. ഞങ്ങളൊക്കെ food കഴിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതാണ് മെയിൻ പരിപാടി. Guys, is skipping breakfast healthy or not? It is not healthy. I wouldn't recommend. Sorry. ഇപ്പൊ സയന്റിഫിക്കലി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇറ്റ്സ് ലൈക്ക് ദിസ് തിങ് ആസ് ഇൻ യു നോ ടു പ്രൊമോട്ട് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. Oh, but അത് മറ്റേ എന്തോ സ്കാം ആണെന്നുള്ള രീതിയിലാണ്. ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എ സ്കാം എന്നാണ്. ടു പ്രൊമോട്ട് ഹെൽത്തി സ്റ്റഫ് ലൈക്ക് സീരിയൽസ്, that popcorn, choco things and all that stuff, no chocos, Kellogg's and all that who stuff. is eating all that? I eat അതൊക്കെ തിന്നുന്നവരുണ്ട്. യുഎസിലൊക്കെ എല്ലാവരും കഴിക്കുന്നില്ലേ? I eat like chapati, പരിപ്പ് വട, Everybody eats breakfast cerealsum സംഭവങ്ങളും ഒക്കെ. So some people say, ഞാൻ എന്തൊക്കെ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്, they say that to promote all these breakfast cereals and stuff, അതുകൊണ്ടാണ് രാവിലെ എണീച്ചോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് is unnecessary. വിശക്കുമ്പോൾ മാത്രമേ കഴിക്കാവൂന്നാണ് ഐ എം സീയിങ് wherever I look. Nowadays they say it's not necessary we have to eat ബ്രേക്ക്ഫാസ്റ്റ്, പക്ഷെ നമുക്ക് എപ്പോഴാണ് വിശക്കുന്നത് അപ്പോൾ കഴിക്കണം എന്നുള്ള രീതിയിൽ. ഐ തിങ്ക് ദാറ്റ് മേക്സ് സെൻസ്. ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് എവരിബഡി നോസ് അബൌട്ട് മൈ ഉച്ചയ്ക്ക് എണീക്കൽ പരിപാടി. ഗൈസ് ഐ ഡോണ്ട് നോ വേർ ഇസ് ഇത് ലീക്ക് ആവുന്നതാണ്. സോ ഞാൻ എണീച്ചിട്ട് ഞാൻ ബ്രഞ്ച് കഴിക്കും, ലഞ്ച് കഴിക്കും, പിന്നെ രാത്രി ഡിന്നർ. മൈ 3 times ആർ ലൈക്ക് ദിസ്. പക്ഷെ ഏർലി ബ്രേക്ക്ഫാസ്റ്റ് നോ, ഐ ഡോണ്ട് ഈറ്റ്. സോ അപ്പം ഇതാണ് ഗൈസ്, ജെൻസിയുടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, മിക്കവരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. എന്താ വൈകുന്നേരം ഇങ്ങനെ ചിക്കൻ കാലും പിടിച്ചോണ്ടിരിക്കും. മേപ്പിൾ സിറപ്പിൽ ഡ്രഞ്ച് ചെയ്ത ഫ്രഞ്ച് ടോസ്റ്റ്, സോ ഗുഡ്. ഈ സാധനം ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആയി മാറിയിരിക്കുകയാണ് ഗൈസ്. സാധനത്തിൽ മേപ്പിൾ സിറപ്പാണ് കഥ കൊണ്ടുപോകുന്നത്. It's so good, really good. പുതിയൊരു സ്ഥലത്തിന്റെ ലീഡ് കിട്ടിയിട്ടുണ്ട്, ഫ്രാൻസിസ് ഫോർട്ട് കൊച്ചി. എന്തൊക്കെയാണ് അവിടെ കൊള്ളാവുന്ന സാധനങ്ങൾ? He's going to have a pork sausage which I've never tried. Pork sausage. ഞാൻ മുസ്ലിമാണ്, എനിക്ക് കഴിക്കാൻ പറ്റില്ല. Sorry my bad. So you are going to try. നീ മുസ്ലിം അല്ലേ? അതല്ലേ ഞാൻ കഴിക്കാറില്ല എന്ന്. Yeah. So അപ്പൊ വേറെ എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളത്? try avartha arrabbiata pasta. That's my favorite thing. Arrabbiata pasta. Yeah, it's veg. But then ആദ്യത്തെ തവണ എപ്പോഴേക്കും അവരെനിക്ക് അത് ചിക്കൻ ഇട്ട് തന്നായിരുന്നു ചോദിച്ചത്. ചിക്കൻ മതി, നമുക്ക് നോൺ വെജ് മതി, വെജ് ഒന്നും വേണ്ട. പക്ഷെ രണ്ടാമത്തെ തവണ പോയപ്പോ they put mushroom in it and it was actually really good. നോക്കാം ഗൈസ്. നിങ്ങൾ പറയുന്നു ഫ്രാൻസിസ് ഭയങ്കരമാണ്. ഞാൻ പറയാം. എന്നാ പറയുക. പിന്നെന്താ ഉള്ളത്? they have good buffalo wings also. അപ്പോൾ ഗൈസ് നമ്മൾ ഉടനെ തന്നെ ഫ്രാൻസിസ് ഫോർട്ട് കൊച്ചി പോവുകയാണ്. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് പോകണം, പക്ഷേ ആരെങ്കിലും നോക്കട്ടെ ഗൈസ്, ഫ്രാൻസിസിൽ കൊണ്ടുപോയി നമുക്ക് അവിടുത്തെ ഫുഡ്. Anybody who want to go with him, comment down below. He will take 1 subscriber alone. നമ്മൾ ഫ്രാൻസിസിൽ ആർക്ക് വരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ അവിടെ കൊണ്ടുപോകുന്നതായിരിക്കും. One lucky person gets to have Francis there. One lucky person will get to be featured in this vlog. Yeah. സോ നോക്കാം ഗൈസ്, ആരാണ് നമ്മുടെ അടുത്ത വ്ളോഗ്. അടുത്ത വ്ളോഗാണോ എന്ന് എനിക്കറിയണം, പക്ഷേ ഫ്രാൻസിസിൽ പോകുമ്പം ലെറ്റ്സ് സീ ആരെയാണ് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ പോയി. ഐ ഹേർഡ് ഇറ്റ്സ് എ വെരി സ്മോൾ പ്ലേസ്. ഭയങ്കര ചെറിയ സ്ഥലം എന്നാണ് കേട്ടത്, ഇരിക്കാനും നിൽക്കാനൊന്നും സ്ഥലമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്തായാലും പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഫുഡ് മാത്രം, ലിക്കർ ഐ ഡോണ്ട് ഡ്രിങ്ക്, സോ ഐ വിൽ ട്രൈ ഓൾ ദ ഫുഡ് ദാറ്റ്സ് അവൈലബിൾ ദെയർ. നോക്കാം. പിന്നെ ഉണ്ട് എന്തൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ തലയിലൊന്നും വരില്ല ഗൈസ്. ഐ നോ ഐ ഗോ ത്രൂ റീൽസ് ആൻഡ് സ്റ്റഫ്, പക്ഷേ നമ്മൾ ഇറങ്ങുമ്പം നത്തിങ് കംസ് ഇൻ ടു മൈ മൈൻഡ്. സോ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഫുൾ പ്ലാൻഡ് ആയിട്ട് ഇറങ്ങിയിട്ട് വി വിൽ ട്രൈ ഔട്ട് ഡിഫറെൻറ്റ് പ്ലേസസ്. ദാറ്റ്സ് ദ അടുത്ത പരിപാടി. കോഫി തണുത്തു പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, ബൈ. ആ പ്ലേറ്റിലെ എല്ലിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? ഇത്രയും അടിപൊളി വിങ്സ് ആണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. എല്ലുകളുടെ ഷോറൂം. ആകെ ഞാൻ എന്താ ഒരെണ്ണം എടുത്തിട്ടുള്ളത്, അതവിടെ കിടപ്പുണ്ട്. ബാക്കി ഫുള്ള് തിന്ന് തീർത്തത് ഇതാണ്. എല്ലിന്റെ ഡിസ്പ്ലേ വീട്ടിൽ കൊണ്ടുള്ള സാധനം കൊള്ളാൻ തോന്നുന്നു, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കൂല. സോ ഇറ്റ്സ് ഗുഡ്, കം ആൻഡ് ട്രൈ ഗൈസ്. നമ്മുടെ പഴംപൊരി ബർഗർ കിട്ടിയ സെയിം സ്ഥലമാണ് കൊച്ചിയിൽ, പനമ്പള്ളി ജസ്റ്റ് ഓഫ്. ഇറ്റ്സ് നൈസ്, വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. They had പഴംപൊരി ബർഗർ, പഴംപൊരി ബീഫ് ബർഗർ. You didn't see my vlog, no?
ഇതൊക്കെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്. നമ്മുടെ When was this? വ്ളോഗൊന്നും You കാണാത്ത are കുറെ posting ആൾക്കാർ. like almost every No, day no, now. not at all. Not at all. I have You were very few posting. vlogs. When your brother Very came, few you know? vlogs are there. No, when your brother came, we were posting like ബ്രദറൊക്കെ constantly. അതൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടതാണ്. Huh? വിത്ത് നൊമാഡി എന്നൊരു ഒരു പുള്ളി കണ്ടിരുന്നോ? ഐ ഡിഡ് വിത്ത് ദ ഗൈ നോ. Which you said recently. ഷോർട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പായസത്തിന് പായസം ബർഗറിന്റെ സമയത്ത് That same vlog I did too. One പായസം ബർഗർ and one പഴംപൊരി and beef burger. പായസം അത് കാണും. അതിൽ ദാറ്റ് വാസ് നൈസ്. ആ ബർഗർ നൈസ് ആയിരുന്നു. പായസം വേസ്റ്റ് ആയിരുന്നു, പക്ഷേ ഇത് നൈസ് ആയിരുന്നു. പഴംപൊരി ബീഫ് ബർഗർ. ഐ തിങ്ക് ദേ വിൽ കം അപ്പ് വിത്ത് സം ന്യൂ കോമ്പിനേഷൻസ് നോക്കാം. പക്ഷെ നല്ല വൈബാണ് കേട്ടോ. വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. കൊള്ളാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചില്ല് ചെയ്താലോ എന്ന് ആലോചിക്കുക. ഇവിടെ പറ്റുമെങ്കിൽ ഒരു ഷൂട്ട് ലൊക്കേഷൻ ആക്കാനുള്ള പ്ലാൻ ഉണ്ട്. ജസ്റ്റ് അവരെ ചോദിച്ചു നോക്കണം ഗൈസ്, ഏതെങ്കിലും ഒരു ഷൂട്ടിന് തരുമോ എന്നുള്ളത്. അപ്പം അതിനും കൂടെ വേണ്ടിയാണ് വന്നത്. ലെറ്റ്സ് സീ. പുള്ളിക്കാരിയാണ് എൻ്റെ സ്റ്റൈലിസ്റ്റ്. നമ്മൾ കുറേ പ്ലാൻസ് ഉണ്ട് ഷൂട്ടിൻ്റെ. ഓൾ സെറ്റ് അല്ലേ? നമ്മൾ ഈ ആഴ്ച പോലെ ഫുൾ ആക്റ്റീവ് ആണ് ഗൈസ്. കുറച്ച് കഴിയുമ്പോഴേക്കും he's gonna disappear somewhere. Sorry, ആര്? friends സബ്യസാച്ചിയോ? No. He's gonna disappear saying, അങ്ങനെ. you know, like നോ ഗൈസ്. yes. സ്റ്റൈലിസ്റ്റ് റെഡി. സ്റ്റൈലിസ്റ്റ് പുള്ളിക്കാരി ഭയങ്കര സ്റ്റൈലിംഗ് ആണ് കേട്ടോ. കുറെ ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ വേണ്ടി സ്റ്റൈലിംഗ് ചെയ്യാറുണ്ട് പുള്ളിക്കാരി. വേറെ ഏതൊക്കെ വർക്ക് ചെയ്യാൻ കാണുന്നുണ്ട്. ഞാൻ പിന്നെ കുറെ നാളായിട്ട് വിളിക്കുന്നു. സമയം കിട്ടുന്നില്ല നമുക്കൊക്കെ വേണ്ടി ഷൂട്ടിന് വരാനായിട്ട്. ഭയങ്കര വർക്കഹോളിക്കാണ്. workaholic actually. ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തിരിയാൻ സമയമില്ല. ഒരു പൂച്ച ഗൈസ്. ഇവിടേക്ക് വായോ. അയ്യോ, ഇത് ഏതോ വീട്ടിൽ നിന്ന് ഓടിപ്പോയെന്ന് കേട്ടാ. ഇതെവിടെ പൂച്ച? See, that's what I'm saying. Hi Angel. അയ്യോ, ഏതോ വീട്ടിലെ പൂച്ചയാടേ. വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ്. ഒഴിവാക്കി കളഞ്ഞ എന്നെ അങ്ങോട്ടേക്ക്. ഒഴിവാക്കി കളഞ്ഞോന്ന് എനിക്കണം. പക്ഷെ വണ്ടിയുടെ അടിയിലൊക്കെ പോയി നിൽക്കാണ്. ഹായ്. ഹലോ. ഇതാ പൂച്ചേ, കാണാമോ? എന്നെ വേണ്ട, എന്നെ മതി. എന്നതാ That is not fair. That is not fair. എന്റെ വണ്ടി എല്ലാ വണ്ടിയിലും വന്ന് മണപ്പിക്കുന്നത് കേട്ടാ. ഇത് എന്താണ് നിന്റെ പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം ബ്രോ? വെൽക്കം ടു മൈ വ്ളോഗ്. മ്യാവ് മ്യാവ്. അങ്ങനെ ഗൈസ്, നമ്മൾ പനമ്പള്ളി മന്നയിൽ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. കോഫി ഷോപ്പിൽ നിന്ന് ചായക്കടയൊന്നും അല്ലേ, ഏതൊക്കെ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ശരി ഗൈസ്, നമ്മൾ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. നടുറോഡിൽ നിൽക്കുന്നുണ്ട് എന്തോ ന്യൂസിലെ മറ്റേ ന്യൂസ് ആങ്കർമാരൊക്കെ നിൽക്കുന്ന ഫീല്. അതൊക്കെ പോയി ചായ നോക്കിയിട്ട് വരാം ഗൈസ്. ലെറ്റ്സ് സീ. ബൈ. അങ്ങനെ ഗൈസ്, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മളൊരു ചായ കുടിക്കാൻ വന്നതായിരുന്നു. പക്ഷേ അവിടെ കുറച്ച് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റുകളുമായിട്ട് സംസാരിച്ചിരുന്നു. വ്ളോഗ് ചെയ്യാനായിട്ട് അവിടെ നിറച്ചും ക്രൗഡുമായിരുന്നു. അപ്പം നടന്നില്ല. നമ്മുടെ ആ ഒരു പ്ലാൻ ഫ്ലോപ്പ്. ചായ കുടിച്ചു, നൈസ്. ഇവിടെ സുലൈമാനി ഈസ് ഗുഡ്. മുഹബത്തോ അങ്ങനെ എന്തോ വേണ്ടിയുള്ള സാധനം. അപ്പോൾ ഞാൻ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. പിന്നെ ഒരു ദിവസം വന്ന് സമാധാനമായിട്ട് വ്ളോഗ് ചെയ്യാൻ പുള്ളി ഓക്കെ അടിച്ചിട്ടുണ്ട്. 4 മണിയൊക്കെ ആകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുത്തെ സംഭവങ്ങൾ സ്നാക്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഫേമസ് ആണെന്നാണ് നേന പറഞ്ഞത്. കോഫ്തയോ അങ്ങനെ എന്തോ സാധനം. അപ്പം ഇവിടെ നമ്മൾ IT നെറ്റിൻ്റെ ഫൈസൽ ബായിയും കണ്ടു. അപ്പോൾ ഫൈസൽ ബായിയും പറഞ്ഞ് ഇവിടുത്തെ കോഫ്തയും കടികളും ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം വരുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് മന്ന റെസ്റ്റോറൻറ്റ് വ്ളോഗ് ചെയ്യാനായിട്ട്. ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഒരു ജെൻസി വ്ളോഗറുമായിട്ട് ഇന്നത്തെ ഡേ കഴിഞ്ഞു. അതൊക്കെ ചെയ്തോളൂ. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും നമ്മൾ കോൺഫിഡൻസ് വാരി കൊടുക്കുന്നത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? Amazing. Chicken wings 10 out of 10. No, actually 9.8 out of 10. ഓഫ്, എന്താ 2.2. ക്രിസ്പിനെസ് കൂടിയത് ഇത്ര താല്പര്യം. ഓ മൈ ഗോഡ് ഗൈസ്, ഭയങ്കര ഹാർഡ് കോർ ക്രിട്ടിക് ആണ് ഗൈസ്. I am very particular about my chicken wings. അപ്പോൾ ശരി ഗൈസ്, ചിക്കൻ വിങ്സ് പ്രാന്താണ്. അപ്പം അതാണ് ഇത്രയ്ക്ക് ഡെഡിക്കേറ്റഡ്. അവിടെ സൈൻ ഓഫ്. ഓക്കെ ഗൈസ്, അത് ജെൻസി സൈൻ ഓഫ് ആണ്. അപ്പം ശരി, ഞാനും പോകുന്നു ഗൈസ്. ഇന്നത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ആരാണ്, ജെൻസി ആണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത ഗസ്റ്റ് ആരാണെന്നുള്ളത് വഴിയെ കാണാം ഗൈസ്. അപ്പം ശരി, ബൈ ബൈ ബൈ.